എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നിസാൻ്റെ Y60 ആണ്, പെട്രോൾ. ഇതൊരു 10-ൽ താഴെ ഉള്ളൂ എൻ്റെ ഒരു അറിവിൽ ഈ വണ്ടി ഇന്ത്യയിലുള്ളത്. എന്തായാലും 6 സിലിണ്ടർ എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. 4.2 ലിറ്റേഴ്സ് ആണ്. നമുക്ക് എന്തായാലും ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അധികം 1.5 വർഷമായിട്ട് നിർത്തിയിട്ടെന്നാണ് ഓണർ പറഞ്ഞത്. പക്ഷേ പെട്ടെന്ന് സ്റ്റാർട്ടാവുമെന്ന് ആൾ പറഞ്ഞിട്ടുണ്ട്. ബാറ്ററി ഇല്ല എന്നുള്ള ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എടുത്തിട്ട് പോവുകയും ചെയ്യാം. എന്തായാലും വീഡിയോയിൽ കാണാം. നമ്മൾ ഏകദേശം ലൊക്കേഷനിൽ എത്താനായിട്ടുണ്ട്. ഇവിടെ നമ്മളെ മലപ്പുറത്ത് തന്നെ ഉള്ളൊരു ആളുടെ വണ്ടിയാണ്. പക്ഷെ ആള് പുറത്താണുള്ളത്. പക്ഷെ ആളെ എല്ലാ കൺസെപ്റ്റോടു കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചാവി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി വണ്ടിയാണ്. നിസാൻ്റെ പെട്രോളാണ്, ഓൾഡ് മോഡൽ. 1989 ആണ് വണ്ടീൻ്റെ മോഡൽ. നമ്മൾ വണ്ടി കണ്ടിട്ടില്ല, പോയിട്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. നോക്കിയിട്ട് വണ്ടി എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ലൊക്കേഷനിൽ കറക്റ്റ് മാപ്പിൽ കാണുന്ന ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി സ്പോട്ട് ചെയ്തു. ഇതാണ് വണ്ടി, നിസാൻ പെട്രോൾ. 1989 ആണ് വണ്ടിയുടെ മോഡൽ. നമുക്കൊന്ന് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഇതാണ് വണ്ടി. വണ്ടിയുടെ നമ്പർ കാണിക്കരുത് എന്നുള്ളൊരു കൺസെൻറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി ഒന്ന് മൊത്തത്തിൽ കാണിക്കാതെ. 1989 മോഡല് വണ്ടിയാണത്. ഇത് ഡീസൽ വണ്ടിയാണ് അല്ലേ? ഫ്യൂൽ ഇഞ്ചക്ഷൻ ഒന്നും ഉണ്ടാവില്ല, അത് വെറുതെ ഒട്ടിച്ചതെന്ന് കണ്ടു തോന്നുന്നു. വണ്ടി ആദ്യം വേറെ എവിടെയാണ് കടന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പാടുകൾ കാണാനുണ്ട്. പിന്നെ ഷെഡിൽ കയറ്റിയതാണ് കണ്ടിട്ട്. പക്ഷെ ഇവിടെ കിടന്നിട്ട് ഏകദേശം 1.5 വർഷമായി ഇവിടെ നിർത്തിയിട്ടെന്നാണ് ഓണറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ആള് UAE-ലാണ്. നമുക്ക് വണ്ടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വണ്ടിയിൽ ബാറ്ററി ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാറ്ററി നമ്മൾ കൊടുത്തിട്ടുണ്ട്. സാധാ ജീപ്പിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. സൂട്ടാവുന്നതാണ് ആൾ പറഞ്ഞത്. ഇല്ല, ബാറ്ററി ഇല്ലാത്തതിൻ്റെ എല്ലാതും കാണിക്കുന്നുണ്ട്. പക്ക വിൻറ്റേജ് മീറ്റർ കൺസോള്. വിൻറ്റേജ് സ്മെല്ല് നല്ല പൂത്ത മണമുണ്ട്. ബാക്കിൽ ഒരു നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ വണ്ടീനെ പഞ്ചായത്ത് മുണിങ്ങിന്ന് പറയാ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? കണ്ടില്ലേ, മീറ്ററൊക്കെ വല്ലാണ്ട് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. അതിൽ ബേസിക് സാധനങ്ങളുണ്ട്. AC ഒക്കെ വർക്കിംഗ് ആണോ എന്ന് നോക്കാം. നമുക്ക് ബോണറ്റ് ഒന്ന് തുറന്നു നോക്കാം. നല്ല വെയിറ്റ് ഉള്ള പണ്ടത്തെ വണ്ടികൾക്ക് തന്നെയുള്ളൂ ഇത്ര ബോഡി ബിൽഡ് ഉള്ളത്. അപ്പോൾ അത് വണ്ടികൾ അങ്ങനെയല്ലല്ലോ. എഞ്ചിന് വരുന്നത് 4.2 ലിറ്റർ ആണെന്നാണ് പറഞ്ഞത്. എപ്പോഴത്തെ പോലെ നമുക്ക് റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടോ നോക്കാം. ബേസിക് കാര്യങ്ങൾ ആദ്യം നോക്കാം. ഡീസൽ ഉണ്ടോ നോക്കണം. വെള്ളം ഉണ്ട്, സാധാ വെള്ളം തന്നെയാണ്. കൂളൻ്റ് ഒന്നും ഒഴിച്ചിട്ടില്ല, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ലിഫ്റ്റ് പമ്പ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് ആദ്യം ബാറ്ററി വെച്ചിട്ട് ലിഫ്റ്റ് പമ്പൊന്നും ഇല്ലാണ്ട് തന്നെ ഒന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം. ഡീസൽ ഒഴിച്ചു കൊടുക്കാം. എന്തായാലും ഡീസൽ ഉണ്ടാവാനാണ് ചാൻസ്. പക്ഷേ ഒന്നുകൂടി നമ്മളെ ഭാഗം എന്തായാലും ഒഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. ഓയിലൊന്ന് നോക്കണം. ഇത് ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഡീസൽ ഫിൽറ്ററാണത് അല്ലേ? അത് ഓയിൽ ഫിൽറ്റർ. എന്തൊന്ന് കാണാണ്ട് അറിയുന്നൊരു കമൻറ്റ് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ടാണ് ഈ വണ്ടി കാണിക്കുന്നത്. ഒരുവിധം വണ്ടികളൊക്കെ നമ്മൾ ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം നമ്മളിത് ഈ ഫീൽഡിൽ വല്ലാണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം വണ്ടി ചെന്ന് കാണുമ്പോഴേ നമുക്ക് അറിയുള്ളൂ അതിൻ്റെ കണ്ടീഷനും കാര്യങ്ങളും, അതേപോലെ തന്നെ എഞ്ചിൻ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റിന് ചെയ്യാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പുതിയ അറിവ് തരാനുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താനുണ്ടായി. ഓക്കെ, നമുക്ക് ഓയിൽ നോക്കാം. ഓയിൽ ഏകദേശം ഉണ്ട്, ഫുള്ളിൻ്റെ മുകളിലുണ്ട്. ഓക്കെ, കണ്ടില്ലേ, നമ്മൾ സാധാ ബ്രേക്ക് കേബിളിൻ്റെ ഒക്കെ പോലെ ക്ലച്ച് കേബിൾ പോലത്തെ സാധനമാണ്. ഇത് ഇൻബിൽറ്റ് വന്നതാണോ അതോ ഉണ്ടാക്കിയതാണോ എന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും വണ്ടിയിൽ ഇതാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടിട്ട് ഉണ്ടാക്കിയ പോലെ ഉണ്ട് അല്ലേ? ബൂസ്റ്റർ, അന്നത്തെ ബൂസ്റ്റർ അല്ല, ഇത് ബൂസ്റ്റർ ബ്രേക്ക് ആണല്ലേ? ബൂസ്റ്റർ ബ്രേക്ക് തന്നെയാണ് കണ്ടിട്ട്. അന്നത്തെ ഒരു ടൈപ്പ് ഓഫ് മാസ് സിലിണ്ടറാണത്. നമുക്ക് ബാറ്ററി ഫിക്സ് ചെയ്യണം. വണ്ടിയിൽ ബാറ്ററി ഇല്ല. ബാറ്ററി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് മുമ്പ് ബോസിന് എന്തോ പറയാണ്ട്, എന്താ പറയാനുള്ള വണ്ടിയെ പറ്റി? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. 4 ടയറൊക്കെ ഇട്ട് ജന്തുവാക്കി കൊണ്ടുനടക്കേണ്ട സാധനമാണിത്. നമ്മളെ കൈ കിട്ടണം. ഇതിപ്പോൾ ഇപ്പോഴത്തെ ഒരു വില എന്ന് പറഞ്ഞാൽ ഏകദേശം 30 ലക്ഷം രൂപ
ഇതിന് കൊടുക്കണം, ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഈ വണ്ടിയുടെ എല്ലാ പാർട്സും നമുക്ക് ഇളക്കി നോക്കാൻ പറ്റില്ല, കാരണം ഇത് അങ്ങനത്തെ ഒരു വിൻറ്റേജ് വണ്ടിയാണ്. അപ്പോൾ പാർട്സിൻ്റെ അവൈലബിലിറ്റി ഒക്കെ അങ്ങനെയുള്ള നമ്മൾ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ നമുക്കും പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ഉള്ളത് വെച്ചിട്ട് ഇനി ഒന്ന് ഡീസൽ വെച്ച് ബാറ്ററി വെച്ചിട്ട് ക്രാങ്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു സൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത്രേ നമ്മൾ ഈ വീഡിയോ കൊണ്ട് കരുതിയിട്ടുള്ളൂ. ഓക്കെ, ചൈനക്കല്ലേ ഇത്ര കിട്ടിയ തിന്നൂലോ. പോസിറ്റീവ് ഇതിമുണ്ട്, അതുപോലെ തന്നെ ന്യൂട്രലിൻ്റെ ഇത് ഇവിടെ ഉണ്ട്. നമുക്ക് വണ്ടി ജസ്റ്റ് മൂവ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ റോട്ടിലൂടെ ഓടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേക ഓണർ. നമുക്ക് എന്തായാലും ഓടിച്ച് ഇതിലൂടെ ഒന്ന് അനക്കി നോക്കാം. ഓക്കെ, ആദ്യം ഈ ഡീസലൊന്ന് വെച്ച് കൊടുക്കണം. പക്ഷേ ഡീസലൊന്ന് ഇത് ഇതിക്കൊന്ന് സ്മെല്ലടിക്കണ്ടാവില്ല 5 ലിറ്റർ ഒന്നും. നമുക്കിതിൻ്റെ ഫിൽറ്റർ ഒന്ന് പരിചയപ്പെടാം, എങ്ങനെയുണ്ട് നോക്കാം. പഴയ മോഡൽ വണ്ടി ആയത് കാരണം നമുക്കറിയില്ല ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്. എന്തായാലും ഒന്ന് തുറന്ന് നോക്കി നോക്കാം. നമുക്ക് ആകെ ഇതിൽ നോക്കാൻ പറ്റുന്ന സാധനത്തേ ഉള്ളൂ, ബാക്കി എന്തെങ്കിലും കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണി കിട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടിയത് തന്നെയാണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കി നോക്കാം. പോസ് ഊരി നോക്കുന്നുണ്ട്. നമ്മൾ 800-ൻ്റെ ഒക്കെ പോലെ അല്ലേ, 800-ൻ്റെ കാർബറേറ്ററിൻ്റെ മുകളിലൊരു ഇത് തരില്ലേ. പുതിയ ഫിൽറ്റർ കേട്ടോ, പുതിയ ഫിൽറ്ററാണ് അല്ലേ. അവിടെ ഫിൽറ്ററൊക്കെ മാറ്റിയിട്ടാണ്, ചെറിയ പൊടിയുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഫിൽറ്റർ വരുന്നത്. വേറെ നമുക്കിതിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് സാധാ നമ്മൾ അംബാസഡറിന് ഇതിനൊക്കെ വരുന്ന പോലെ തന്നെ, ജീപ്പിനൊക്കെ വരുന്ന പോലെ തന്നെ ഡീസൽ പമ്പ് വരുന്നുണ്ട്. ഇതിൽ ലിഫ്റ്റ് പമ്പ് തന്നെയാണ്. അവസാനം മറ്റേ ക്യാപ്ഷൻ കൊടുക്കുന്നുണ്ടോ, റെസ്പെക്ട് യുവർ എൽഡേഴ്സ്. പഴയ ആൾക്കാരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ലോ. ടയറൊക്കെ അത്യാവശ്യം ഉള്ളത് തന്നെയാണ്, കട്ടൊക്കെ ഉള്ള ടയറാണ്. ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ, അത്യാവശ്യം വലിയൊരു എൻജിൻ റൂമാണ് ഇതിന് വരുന്നത് അല്ലേ. വണ്ടിയും ഭയങ്കര സൈസാണ്. റോട്ടിലൊക്കെ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല ഷോ ഉണ്ട്. പക്ഷേ ഇത് നല്ല പറഞ്ഞ പോലെ, ബോസ് പറഞ്ഞ പോലെ നല്ല വീലൊക്കെ ഇട്ട് കുറച്ച് ഭീകര ലുക്കാക്കണം. അതെ, നമുക്ക് കീ ഇട്ട് നോക്കാം. മീറ്ററിൽ കത്തുണ്ടോ നോക്കാം. ആ, മീറ്ററിൽ വന്നിട്ടുണ്ട്. സ്റ്റീരിയോ വർക്കിംഗ് ആണ്, ടൈമർ വർക്കിംഗ് ആണ്. ടൈമർ തെറ്റാണ്, എന്നാലും വർക്കിംഗ് ആണ്. ഇതിന് ഇപ്പോൾ ഹീറ്റർ ഉണ്ട്. ഹീറ്ററിൻ്റെ ലൈറ്റ് ഓഫ് ആക്കിയാലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓഫ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം. ഇതിൽ സാധാരണ നമ്മൾ കാറിലൊക്കെ വരുന്ന അതേ ഗിയറാണ്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്ത വണ്ടിയുടെ അതേ ഗിയറിൻ്റെ സിസ്റ്റം തന്നെയാണ്. ഒരു ഹൈ ഗിയർ ഇതിൽ വരുന്നുണ്ട്, കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇതിൽ. നമുക്ക് പ്രത്യേകിച്ച് ഇതിനെ പറ്റി പറയാനറിയില്ല, അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതെന്താണ് അറിയില്ല. സ്വിച്ച് ഉണ്ട്, AC വർക്കിംഗ് ആണ്. AC-യുടെ ഫാൻ എന്തെങ്കിലും വർക്കിംഗ് ആണ്. സ്വിച്ച് ഇട്ടിട്ടുണ്ട്, വർക്കിംഗ് ആണെന്ന് അറിയില്ല.
നമുക്കൊന്ന് വണ്ടി ജസ്റ്റ് മൂവ് ചെയ്തിട്ട് തിരിച്ചതേപോലെ തന്നെ ഇടാം. വണ്ടി പുറത്തുനിന്ന് കാണുന്ന പോലെ തന്നെ നല്ല ഹെവിയാണ്. കാരണം ഓടിക്കുമ്പോഴൊക്കെ അത്യാവശ്യം ഭയങ്കര ഒരു വലിയ വണ്ടി ഓടിക്കുന്ന മാതിരത്തെ ഫീലിംഗ് ആണ്. എന്തായാലും വണ്ടി ഓടിച്ച് കൊണ്ടുനടക്കാൻ നല്ല രസമായിരിക്കും, പക്ഷേ തീരെ മൈലേജ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വണ്ടിയുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ് ഓരോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴും ഇപ്പോൾ വണ്ടി കിട്ടിക്കൊള്ളണമെന്നില്ല, പഴയ വണ്ടികളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് കിട്ടിയ സപ്പോർട്ട് വിലമതിക്കാത്തതാണ്. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സപ്പോർട്ട് കഴിഞ്ഞ വീഡിയോക്ക് കിട്ടി. ഇനിയും തുടരെ നിങ്ങളെ സപ്പോർട്ട് വേണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ എൻജോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ഓക്കെ, എന്ത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്കത് നികത്തിയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്ലാൻ. ഓക്കെ, ഇനി അടുത്തൊരു വണ്ടി കിട്ടുന്നവരെ എന്തായാലും ഗുഡ് ബൈ.